അവരുടെ മനസ്സിലിപ്പോഴും നിങ്ങളുണ്ടോ? അവരിപ്പോൾ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? എന്നുള്ളതൊക്കെയാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഇതുവരെയുള്ള റിലേഷൻഷിപ്പിലും ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ്, അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ തുടക്കത്തിൽ തന്നെ കിട്ടുന്നത്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവേണ്ട, നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ് കൊണ്ടുവരേണ്ട ഒരുപാട് കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിന് റീബർത്ത് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് സഫർ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ ഒരു സമയത്താണെങ്കിൽ നിങ്ങൾ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് പോസിബിലിറ്റീസ് ആണ് ഈ റിലേഷൻഷിപ്പിൽ, അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതകൾ എന്താണ് എന്ന് നിങ്ങൾ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അത്തരം ഒരു എനർജിയാണ്. കാരണം ഒരുപാട് നിങ്ങൾ സഫർ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് എന്തെങ്കിലും ഒരു തടസ്സം, ഇടയ്ക്കൊരു ഗ്യാപ്പ് വരികയാണെങ്കിൽ, ഇല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പിണക്കമോ ഒക്കെ വന്നാൽ അതെങ്ങനെ മുന്നോട്ട് ഇനി ഓവർകം ചെയ്യണം എന്നുള്ളൊരു പോസിബിലിറ്റീസ് ആണ് നിങ്ങൾ കൂടുതലും അന്വേഷിച്ചുകൊണ്ടിരുന്നത്. റിലേഷൻഷിപ്പിലാണെങ്കിലും തുടക്കത്തിലൊക്കെ തന്നെ കുറച്ചൊരു ഹാപ്പിനെസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കൊരു സമാധാനമില്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിരുന്നെങ്കിൽ കൂടിയും ഒന്നിലും തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ ഒരു അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് തന്നെ നിങ്ങൾ കംപ്ലീറ്റ്ലി മനസ്സൊക്കെ ഭയങ്കരമായിട്ട് മടുത്തിട്ടുള്ള ഒരു അവസ്ഥ ഒരുപാട് നിങ്ങൾ സഫർ ചെയ്തിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ കമ്പാരിസൺ എന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു കാർഡിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യത്തിലൊരു ഡിഫറൻസ് ഉണ്ട് നിങ്ങൾ തമ്മിൽ. ചിലപ്പോൾ കാസ്റ്റ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. അതുമല്ലെങ്കിൽ പല കാര്യത്തിന് ഫിസിക്കൽ അപ്പിയറൻസ് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരുപാട് കാര്യത്തിന് നിങ്ങൾ തമ്മിലൊരു കമ്പാരിസൺ ഉണ്ട് ഇവിടെ. ആ ഒരു കാര്യത്തിലൊക്കെ തന്നെ ഇവിടെ ഒരു തടസ്സമാണ് കാണുന്നത്. കൂടുതൽ പേർക്ക് ഈ റിലേഷൻഷിപ്പ് അതായത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു തടസ്സമാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് പോലും നിങ്ങളായിട്ട് തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്ത് ഒരുപാട് എഫോർട്ട് ഇട്ടിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇതുവരെയെങ്കിലും എത്തിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണെങ്കിലും ഒരു തടസ്സം ഒരുപാട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി തന്നിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങൾ ഭയങ്കരമായിട്ടൊരു എന്താ പറയുക, ഭയങ്കരമായിട്ടൊരു വിഷമിച്ച് നിൽക്കുന്നൊരു സമയത്തായിരിക്കണം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലായിട്ടുള്ളത്. അതായത് ഈ ഒരു വ്യക്തിയുടെ കടന്നു വരവ്, നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു വ്യക്തി കടന്നു വന്നതൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിങ്ങളിരുന്നപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് തന്നൊരു കെയറും സ്നേഹവും ഒക്കെ തന്നെ നിങ്ങൾക്കത് ഭയങ്കര പ്യുവറായിട്ടും അല്ലെങ്കിൽ ഭയങ്കര ആശ്വാസമായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരിക്കാം. സോ അങ്ങനെയും നിങ്ങൾ പെട്ടെന്ന് റിലേഷൻഷിപ്പിലായിട്ടുണ്ടാവാം. അതിനുശേഷം ചിലപ്പോൾ ഇവർ നിങ്ങളോട് ഇടപെട്ടതും അല്ലെങ്കിൽ പെരുമാറിയതും ബിഹേവ് ചെയ്തതും ഒക്കെ തന്നെ ഒരു കുറച്ച് ടോക്സിക് ആയിട്ട്, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും ജഡ്ജ് ചെയ്യുന്നത് പോലെ, അങ്ങനെ ഒരുപാട് കാര്യത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒരുപാട് വിഷമങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. അത് എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങളെ വിഷമിപ്പിക്കുന്ന രീതിയിലായിരിക്കാം പിന്നീടുള്ള ബിഹേവിയർ ഒക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അപ്പോഴും നിങ്ങളിത് ഇറ്റ്സ് ഓക്കെ, അതൊക്കെ ഓക്കെ ആകും എന്നുള്ള രീതിയിൽ പലരും ചിലപ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നതിൽ. അപ്പോഴൊക്കെ തന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും സഫർ ചെയ്ത് സാക്രിഫൈസ് ചെയ്ത് അതായത് ഇവിടെ ഒരു പോസിബിലിറ്റി കാർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഒരു സാധ്യത അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു, എങ്ങനെയാണ് ഇതിനി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. കാരണം അത്രത്തോളം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും അങ്ങനെ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു ടോക്സിക് ആയിട്ട് റിലേഷൻഷിപ്പാണ് നിങ്ങൾ ഫേസ് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു സമയത്ത് പോലും ചിലപ്പോൾ അവർ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ചിലരെങ്കിലും ഉണ്ടല്ലോ തിരിച്ച് ഇനി വന്നാൽ പോലും സാരമില്ല, വന്നാൽ മതി എന്നുള്ള രീതിയിൽ ഇരിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന്. എന്നാൽ കൂടിയും നിങ്ങൾ വീണ്ടും ചിലരെങ്കിലും കുറച്ച് പേരെങ്കിലും വീണ്ടും ഇനി ഇറ്റ്സ് ഓക്കെ, ചെയ്തതൊക്കെ പോട്ടെ, ഇനി അവർ മാറുമെന്ന് കരുതിയിട്ട് വീണ്ടും എക്സ്പെക്റ്റേഷനോട് കൂടി വെയിറ്റ് ചെയ്യുന്നവരും ഉണ്ട് ഇവിടെ. അതുകൊണ്ട് അങ്ങനെ ഒരു എനർജി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ദ ക്രിയേറ്റർ എന്നൊരു കാർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം നിങ്ങളായിട്ട് തന്നെ വരുത്തി വെച്ചിട്ടുള്ള അതായത് ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് വന്നത് നിങ്ങളായിട്ട് തന്നെയാണ് എന്നുള്ളൊരു, അതിൻ്റെ ഒരു ക്രിയേറ്റർ എന്ന് പറയുന്നത് നിങ്ങളാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾ തന്നെ ചൂസ് ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. സോ അതിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരുപാട് ഒരുപാട് വിഷമങ്ങളൊക്കെ നേരിടുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഭയങ്കര ഒരു ഗിൽറ്റ് ഫീൽ അല്ല, നിങ്ങൾക്ക് ഒരു വിഷമമാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഭയങ്കരമായിട്ടൊരു അവസ്ഥയിലാണ്. കാരണം ഒരുപാട് പേര് ചിലപ്പോൾ നിങ്ങളെ ചുറ്റിലും കുറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കാം. തുടക്കത്തിൽ ചിലപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഈ ഒരു വ്യക്തിയുടെ ബിഹേവിയർ വെച്ചിട്ടൊക്കെ നിങ്ങൾ ഒരുപാട് ഹേർട്ട് ചെയ്യാനും സാധ്യതയുണ്ട് എന്ന്, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ആവും എന്നൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം.
അപ്പോഴൊന്നും തന്നെ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു ആ ഒരു കാര്യങ്ങളൊന്നും തന്നെ വകവയ്ക്കാണ്ട് നിങ്ങൾ പിന്നെയും ഈ ഒരു പോസിബിലിറ്റീസ് എന്താണ് റിലേഷൻഷിപ്പിന് സ്ട്രെങ്ത് കൊടുക്കാനുള്ള ഒരു പോസിബിലിറ്റീസ് സാധ്യത എന്താണ് എന്നൊക്കെ അന്വേഷിച്ച് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവരിൽ നിന്ന് ഒരു രീതിയിൽ അവരിൽ നിന്നൊരു മാറ്റം ഒന്നും കാണാത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം, ഇനി എന്തിനാണ്, അല്ലെങ്കിൽ ഞാൻ കാരണമാണല്ലോ, അല്ലെങ്കിൽ ഞാനായിട്ട് വരുത്തി വെച്ചതാണല്ലോ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. നെക്സ്റ്റ് ഡേ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു കാർഡ് കറേജ് എന്നുള്ളതായിരുന്നു. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു കറേജ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്നത് ഒരു ഭയങ്കരമായിട്ട് ഏതൊരു നെഗറ്റീവായിട്ടുള്ള ഒരു അവസ്ഥയിലും നിങ്ങൾ അതിലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം കണ്ടെത്തും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു പകുതി ആയപ്പോഴേക്കും തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ നേരിട്ടത് ഒരുപാട് വിഷമങ്ങൾ തന്നെ ആയിരിക്കണം. എന്നാൽ കൂടിയും ഇവിടെ പോസിബിലിറ്റീസ് എന്നൊരു കാർഡിൻ്റെ എനർജി പറയുന്നത് പോലെ നിങ്ങൾ വീണ്ടും എന്താണ് സാധ്യത, ഒരു സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ വീണ്ടും വീണ്ടും എന്താണ് ഭയങ്കര എക്സ്പെക്റ്റേഷനോട് കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു കറേജ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ധൈര്യം ഇപ്പോഴുണ്ട്, ഈ ഒരു സമയവും കടന്നു പോകും, അല്ലെന്നുണ്ടെങ്കിൽ ഇനിയും ഒരു സാധ്യത ഉണ്ടാവും എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് എനർജി ഉള്ള വ്യക്തികളാണ് നിങ്ങൾ. നിങ്ങൾ എത്ര ഒരു ഒരു ഹോപ്പില്ല എന്ന് തോന്നുന്ന ഭയങ്കരമായിട്ട് ഒരു ഹോപ്പൊക്കെ എൻഡായി എന്നുള്ളൊരു അവസ്ഥയിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിക്കോട്ടെ, ലൈഫിൽ പല പല കാര്യങ്ങളിലായിക്കോട്ടെ, അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ പോലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളൊരു ഒരു പ്രതീക്ഷയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് ഏതൊരു നെഗറ്റീവായിട്ടുള്ള എനർജിയിലും നെഗറ്റീവായിട്ടുള്ള അവസ്ഥയിലും നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവരാണ്. അങ്ങനെ ഒരു എനർജിയാണ് നിങ്ങളുടെ, ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെന്നാണ് നിങ്ങളുടെ എനർജിയുടെ ഭയങ്കര പോസിറ്റീവായിട്ടാണ് കിട്ടുന്നത്. സോ നിങ്ങൾ അത്തരം ഒരു എനർജി ഉള്ളവരാണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു കറേജ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഒരു ഭയങ്കരമായിട്ടൊരു സഫറിങ് എനർജിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്, സൈലൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് കരയുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ചുറ്റിനുള്ളവർ പോലും, നിങ്ങൾക്ക് വളരെ അടുത്തുള്ളവർ പോലും, ചിലപ്പോൾ ഫാമിലിയുള്ളവരായിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഒക്കെ തന്നെ ഈ ഒരു അവസ്ഥ നിങ്ങളിപ്പോൾ നേരിടേണ്ടി വന്നതുകൊണ്ട്, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ ഒരുപാട് വേദനകൾ അനുഭവിച്ചതുകൊണ്ടും, അത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ചിലപ്പോൾ നിങ്ങൾ പറയാറില്ല, കഴിവതും നിങ്ങൾ സൈലൻ്റായിട്ട് തന്നെ സഫർ ചെയ്യുന്നവരാണ്. എന്നാലും നിങ്ങൾ ഇൻ കേസ് നിങ്ങൾ അതിനെക്കുറിച്ചൊരു സൂചന കൊടുത്താൽ കൂടിയും അതായത് നിങ്ങളെ തളർത്തുന്ന രീതിയിലായിരിക്കണം തിരിച്ചുള്ള ഒരു റെസ്പോൺസ് വരുന്നത് പോലും. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പോയത്, നിങ്ങൾ അതുകൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ കുറ്റപ്പെടുത്തുന്നുണ്ടാവാം. സോ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു സഫറിങ് എനർജിയാണ് നിങ്ങൾക്കുള്ളത്. എന്നാൽ ഈ ഒരു വ്യക്തി വന്നാൽ ഇനി സ്വീകരിക്കണം എന്നുള്ളൊരു മനസ്സും നിങ്ങൾക്ക്, ഇത്രയധികം വേദന തന്നിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടെന്നുള്ളതാണ്. കുറച്ച് പേർക്കെങ്കിലും അങ്ങനെ ഒരു മനസ്സുണ്ടെന്നുള്ളതാണ്. പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ അത്രത്തോളം ഈ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ചെറിയ രീതിയിലുള്ള ഒരു സ്നേഹമാണ് അവർ തന്നതെങ്കിലും, തുടക്കത്തിൽ നിങ്ങൾ അത്രത്തോളം ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് ഒരു ഒരു വിഷമിച്ചിരുന്ന ഒരു അവസ്ഥയിലായിരിക്കണം ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് തന്ന കെയറിങ്ങും കാര്യങ്ങളും ഒക്കെ, അങ്ങനെ ഒരു കണക്ഷനും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ഭയങ്കര പ്യുവറായിട്ടും ഭയങ്കര ഡീപ്പായിട്ടൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിങ്ങളുടെ മനസ്സിൽ അവർ ഒരുപാട് ഇടം നേടിയതും, അല്ലെങ്കിൽ ഇപ്പോഴും അവരുടെ ഓർമ്മകൾ നിങ്ങളെ ഒരുപാട് അലട്ടുന്നതും ഒക്കെ തന്നെ നിങ്ങൾ കൊടുത്ത സ്നേഹം ഭയങ്കര ജെനുവിൻ ആയിരുന്നു എന്നുള്ളതാണ്